ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചധികം കിച്ചൺ ടിപ്സുകളായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ചധികം വീഡിയോസ് തന്നെയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് അപ്പോൾ തന്നെ ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതെന്തൊക്കെ തന്നെ ആയാലും നെഗറ്റീവായാലും പോസിറ്റീവായാലും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ നമ്മൾ അറിയിക്കുക കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കാണിക്കുന്ന എല്ലാ റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനതിൽ അത് നന്നായിട്ട് വരാനായിട്ട് കുറച്ചധികം ടിപ്സുകളും കൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നല്ല കിഡിലനൊരു സാമ്പാറാണ് കാണിക്കുന്നത്. സാമ്പാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ സാമ്പാറാണെന്ന് പറയണ്ട. ഇത് ബോംബെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്ന സാമ്പാറാണ്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതിനായിട്ട് മൺചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കൊരു പച്ചക്കറികളൊന്നും വേണ്ടാട്ട് ചെറിയുള്ളിയും അതേപോലെ തന്നെ കുറച്ച് വലിയ സവാളയും കൂടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ചെറിയുള്ളി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി സവാളയുടെ പകുതി പീസ് കൊടുത്തിട്ടുണ്ട്. ഇത്തിരി വലുപ്പത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് 1-2 ഉണക്കമുളക് കട്ട് ചെയ്തതും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ. ഒരുപാട് വെന്തുടഞ്ഞൊന്നും പോകണ്ട, ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് കുക്കായിട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിൽ പൗഡേഴ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, അപ്പോൾ ഞാൻ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ടത് സാമ്പാർ പൗഡറാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ നിങ്ങളുടെ സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്കിത് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാമ്പാർ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഞാൻ ഈ പൊടികളുടെ പച്ചമണം മാറാനായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. രാവിലെ നമുക്ക് പെട്ടെന്ന് ഇഡ്ഡലിക്കൊക്കെ സാമ്പാർ വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്താൽ നോക്കിയാൽ മതി കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഈ ഒരു സാമ്പാറിന്. പൊടികളൊക്കെ മൂത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിതിലേക്ക് കായത്തിൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ. നമ്മൾ വാളംപുളി ആവശ്യത്തിന് കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് ആ വെള്ളം ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല നമ്മൾ സാമ്പാറിൽ പുളിയൊക്കെ ചേർക്കുന്ന പോലെ തന്നെ അത്യാവശ്യം പുളിയൊക്കെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. സിമ്പിളായിട്ട് വെച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ സാമ്പാറാണ് കേട്ടോ. പക്ഷേ ഇത് വെക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ടേസ്റ്റ് ഇല്ലാന്ന്, പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു സാമ്പാറിന് പരിപ്പൊന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇതിന് ഇത്തിരി തിക്നെസ് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ചൊരു 2 ടീസ്പൂണോളം നമ്മുടെ കടലപ്പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. ഒരു ബൗളിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിക്കണ്ട. പിന്നെ നിങ്ങളുടെ കയ്യിൽ തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി സവാളയും ആ ഉള്ളിയൊക്കെ വാട്ടുന്ന ടൈമിൽ ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത അതിനും കൂടെ ഞാൻ ഇടാണ്ടിരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു കടലപ്പൊടി വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതും കൂടി ഇതിലേക്ക് ഒഴിക്കുക. അപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ബാക്കിയുള്ള ചൂടുവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മുടെ ചാറിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് ഇത് ഇളക്കി മിക്സ് ചെയ്യുക. ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. കുറവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ എൻ്റെ പാകമാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. നമ്മുടെ ആ ഒരു കടലപ്പൊടിയുടെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ അതിനായിട്ട് അതേപോലെ നന്നായിട്ടൊന്ന് കറിയൊന്ന് തിളപ്പിച്ചെടുക്കുക. ലാസ്റ്റ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഞാൻ കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പ് വേവിക്കേണ്ട. അതേപോലെ തന്നെ സാമ്പാറിൻ്റെ ഒരു കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് വേണ്ട. നല്ല കിഡിലൻ ടേസ്റ്റിലുള്ളൊരു സാമ്പാറാണ് കേട്ടോ. ഇനി ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ സാമ്പാർ എന്നാരും പറയണ്ട. അതേപോലെ വെക്കുന്നതല്ല, ഡിഫറെൻ്റായിട്ട് നമുക്ക് വേറെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനത്തെ ഒരു സാമ്പാറാണ് കേട്ടോ. നമുക്ക് ഇഡ്ഡലിക്കൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് ഞാൻ ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സിമ്പിളല്ലേ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം മറക്കാണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഡ്ഡലിക്കും അതേപോലെ ദോശക്കൊക്കെ നല്ല കിഡിലൻ കോമ്പിനേഷനാണ്. നമുക്ക് വേറെ ചട്നി ഒന്നും വേണ്ടാട്ട് ഈ ഒരു സാമ്പാർ മാത്രം മതി.
അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇഡ്ഡലിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സിമ്പിളല്ലേ, പെട്ടെന്ന് നമുക്ക് വീട്ടിലെപ്പോഴുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കുക. പരിപ്പൊക്കെ ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയെടുക്കണമെന്ന് തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സാമ്പാറാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഇതാ ഞാൻ ഒരു കിഡ്സിനൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയിട്ടുള്ളൊരു കിടിലൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറികളൊന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഫസ്റ്റ് ഒരു അടികട്ടിയുള്ളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു പൊട്ടറ്റോ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊട്ടറ്റോണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ രണ്ട് കുട്ടികൾക്കും കൂടെ കൊടുത്തുവിടാനായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ കാണിക്കുന്നത്. എന്നിട്ട് അത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ഓയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ കളറൊക്കെ മാറി പുറം ഭാഗമൊക്കെ ഇത്തിരി ക്രിസ്പി ആയിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരുന്ന രീതിയിലൊന്ന് പൊട്ടറ്റോ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കിത് ഓയിലിൽ നിന്ന് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. പൊട്ടറ്റോ നമുക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അതേ ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് മതിയിട്ട് 1 ടീസ്പൂണോളൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ചെറുതായിട്ട് ചെറിയ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു പകുതി സവാള ഇതേ രീതിയിലൊന്ന് കുഞ്ഞിതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് വാടി വരണമെന്നൊന്നുമില്ല. ഇതേപോലെ ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി, അതേപോലെ കുറച്ച് മുളക് പൊടി കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എരിവ് കുറച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു അറബിക് പൊടി, നമ്മളിപ്പോൾ ചിക്കൻ മന്തിയുടെ മസാല അല്ലെങ്കിൽ കബ്സ മസാലയൊക്കെ ഉണ്ടല്ലോ, അറബിക് മസാല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഞാനിപ്പോൾ കബ്സ മസാലയാണ് ചേർത്ത് കൊടുത്തത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗീ റൈസാണ് കേട്ടോ. നെയ്ച്ചോറാണ്. വെറുതെ നമുക്ക് ഇനിയിപ്പോൾ സാധാ ചോറ്, നിങ്ങളുടെ ഗീ റൈസ് ഇല്ലാന്നുണ്ടെങ്കിൽ സാധാ ചോറായാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഗീ റൈസ് ആകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഞാൻ സാധാ രീതിയിൽ നമ്മൾ നെയ്ച്ചോറ് വെച്ചെടുക്കുന്ന പോലെ വെച്ചെടുത്തിട്ട് അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഉപ്പൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും, ആ ഒരു റൈസിൻ്റെയും പൊട്ടറ്റോൻ്റെയൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുട്ടികൾക്കൊക്കെ രാവിലെ കറിക്കൊന്നുമില്ല കൊടുത്തു വിടാമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ലഞ്ച് ഉണ്ടാക്കി ഒന്ന് കൊടുത്തു വിട്ടു കേട്ടോ. ഇവിടെ രണ്ടുപേർക്കും ഇഷ്ടമായി, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ സൈഡായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് സാലഡും അച്ചാറും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തു വിടാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാൻ നല്ല ടേസ്റ്റിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള ഒരു ഗ്രീൻ പീസ് കറിയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഗ്രീൻ പീസ് രാത്രി ഒന്ന് വെള്ളമൊഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് സാധാ ഗ്രീൻ പീസ് അല്ലാട്ട് ഇതൊരു വൈറ്റ് കളറുള്ള ഗ്രീൻ പീസാണ്. അപ്പോൾ അത് കഴുകിയൊക്കെ എടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ഗ്രീൻ പീസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് അടച്ച് മൂടിയിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് ഗ്രീൻ പീസ് ഒന്ന് വേവിച്ചെടുക്കുക. ഗ്രീൻ പീസ് അത്യാവശ്യം ഒന്ന് വെന്ത് വരണം. ഇതിലേക്ക് ഞാനിതാ ഒരു ചെറിയൊരു സവാള ഇതേപോലെ കനം കുറച്ച് കട്ട് ചെയ്തതും, ഒരു പൊട്ടറ്റോ ചെറുതാക്കി കട്ട് ചെയ്തതും, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചൂടുവെള്ളം, അപ്പോൾ വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒരു വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. പൊട്ടറ്റോ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസിന് അത്യാവശ്യം വേവ് ഉണ്ട്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാഞ്ഞത്. നിങ്ങളുടെ ഗ്രീൻ പീസ് നല്ല പെട്ടെന്ന് വെന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ പൊട്ടറ്റോ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കുക. ഇനി അത് വെന്ത് വരുന്ന ടൈമിൽ നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസും പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്.
ഈ ഒരു സമയത്ത് ഞാൻ തേങ്ങയുടെ അരപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് വെള്ളമൊക്കെ നോക്കിയിട്ട് വെള്ളമൊക്കെ പോരാത്തതുണ്ടെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരുപാട് തിക്നെസ്സിലല്ല, കുറച്ചൊരു ലൂസിലാണ് നമ്മൾ ഈ ഒരു കറി ചെയ്തെടുക്കുന്നത്. പിന്നെ ഗ്രീൻ പീസാണ് ഇരിക്കും തോറും അതൊന്ന് കട്ടിയായിട്ട് വരും. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. തേങ്ങ ചേർത്തതാണ്, അപ്പോൾ അതുകൊണ്ട് തിളപ്പിച്ചെടുക്കണ്ട, പിരിഞ്ഞ പോലെ വരും. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതേപോലെ ഇളക്കി കൊടുത്തിട്ട് ഒരു അരപ്പ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം, അത്രയും മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. തേങ്ങയ്ക്ക് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കൊന്ന് നമുക്ക് വറവിട്ട് കൊടുക്കുക. അപ്പോൾ അതിനായിട്ട് ഇതൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. പിന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ട് കറിയാണ്. നമുക്ക് പുട്ടിനും ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കിക്കോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇടിയപ്പത്തിനായിട്ടത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള, ഇനി ഇരിക്കും തോറും ഒന്നും കൂടി ഒരു തിക്നെസ് ആയിട്ട് വരും കേട്ടത്. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് ഉണ്ടാക്കി നോക്കിക്കോട്ടെ. എന്നിട്ട് ഫീഡ്ബാക്ക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നെക്സ്റ്റ് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ മാങ്ങ ഞാൻ കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉപ്പൊക്കെ ഒന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ തലേന്നെങ്കിലും നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് ഉപ്പൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ മാങ്ങയിൽ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചെറുതായിട്ട് തൊണ്ടോട് കൂടിയിട്ടാണ് ഇത് അരിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഇത്തിരി വലിപ്പത്തിലും കൂടെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ഉരുളി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കട്ടെ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിക്കുക. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അങ്ങനെയുള്ള ഒരു ഐറ്റംസും വേണ്ട കേട്ടോ. ഇതാ ഞാൻ കുറച്ച് കറിവേപ്പില മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ. കറിവേപ്പില കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക അച്ചാറിലേക്ക്. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ പിന്നെ വേണ്ടത് അച്ചാർ പൊടിയാണ് കേട്ടോ. അപ്പോൾ അച്ചാർ പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇട്ടിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയും അതേപോലെ തന്നെ സാധാ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ പൊടികളുടെ മണമൊക്കെ മാറി ആ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വന്നു കേട്ടോ. പിന്നെ ഇതിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്നും വേണ്ട കേട്ടോ. അല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതേപോലെ ട്രൈ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള മാങ്ങച്ചാറാണ്. പൊടികളൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ വേണ്ടത് ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ അതും ഉലുവ വറുത്ത് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. അതും കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക. എപ്പോഴും അച്ചാറുകളിലൊക്കെ കായവും ഉലുവയും കുറച്ച് മുന്തി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് അച്ചാറിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അച്ചാർ ഇരിക്കും തോറും ഇങ്ങനെ പുളിയും എരിവൊക്കെ പിടിച്ച് നല്ല സെറ്റാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പുളിയും എരിവൊക്കെ വേണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ മാങ്ങച്ചാർ. എന്ത് അച്ചാറാണെങ്കിലും അത്യാവശ്യം പുളിയും എരിവും ഉപ്പൊക്കെ ബാലൻസ് ആയിട്ട് നിൽക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. മാങ്ങയിൽ നമ്മൾ ഓൾറെഡി കുറച്ച് ഉപ്പ് തിരുമ്പിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ അച്ചാറാണ് ഇരിക്കും തോറും ഉപ്പൊക്കെ ഇത്തിരി മുന്നിട്ട് നിന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ഇങ്ങനെ ഇരിക്കും തോറും സെറ്റായിട്ട് വന്നോളും. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ചതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന ടൈമിൽ നമ്മളിതിലേക്ക് മാങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇനി ഈ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് മാങ്ങ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അപ്പോൾ മാങ്ങ ചെറുതായിട്ടൊന്ന് കുക്കായിട്ടും കൂടെ വരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു അച്ചാറിന്. അപ്പോൾ നന്നായിട്ട് മാങ്ങയും ആ ഒരു ഗ്രേവിയും കൂടെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയോണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണത് ഇരുന്ന് സെറ്റ് ആകുമ്പോൾ നന്നായിട്ട് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ മാങ്ങ ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നേരിട്ട് തിളപ്പിക്കേണ്ട. അപ്പോൾ മാങ്ങ ഇങ്ങനെ അലന്ന് പോകും. ജസ്റ്റ് ഒരു തിള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ല കിഡിലുള്ള ടേസ്റ്റിലുള്ള മാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി എക്സ്ട്രാ ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീയൊക്കെ
ഒന്ന് കിടത്തിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മുടെ ശർക്കര നീരുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ആയാലും മതി. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ശർക്കര നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ആ ഒരു എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റാണ് മാങ്ങച്ചാറിന്. ഇതിലെന്നാൽ പറയുമ്പോൾ നമ്മൾ ഇഞ്ചിയോ വെളുത്തുള്ളിയോ പച്ചമുളകോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. പക്ഷേ എങ്കിലും നല്ല കിഡിലും ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇഞ്ചി അരിയണ്ട, വെളുത്തുള്ളി അരിയണ്ട, ഒന്നും കട്ട് ചെയ്യേണ്ട. ആകെ കുറച്ച് വേപ്പില മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. പിന്നെ അച്ചാർ പൊടിയും മുളക് പൊടിയും പിന്നെ കായപ്പൊടിയും ഉലുവയുടെ പൊടിയും എന്തായാലും മസ്റ്റായിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല കിഡിലൊരു മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. മറക്കാണ്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.